Hi students, in this session we are going to deal with our new unit polarization. Before going into the detailed discussion of polarization, we'll just revise a few facts on electromagnetic waves and your previous knowledge on polarization, polarized light, plane of polarization, etc. So let us begin with what are electromagnetic waves. As you all know, electromagnetic waves consist of electric and magnetic field vectors oscillating in mutually perpendicular directions. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെയും കോമ്പിനേഷനാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും താനും. ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇത്തരമൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡയറക്ഷൻ will be perpendicular to both the oscillating electric field and oscillating magnetic field. These electric and magnetic field vectors are perpendicular to the direction of propagation of the electromagnetic wave. In the figure, the orange shaded portion shows you the electric field oscillations and the blue shaded portion represents the oscillation of the magnetic field wave, and the direction of propagation of the wave is perpendicular to both these vectors. Now, how does an ordinary light source give out light? ഒരു ലൈറ്റ് സോഴ്സ് എങ്ങനെയാണ് ലൈറ്റ് പുറത്തുവിടുന്നത്? Now, the material in the light source will contain atoms or molecules. When these atoms are excited, they cannot remain in the excited state so they will excite. When they de-excite, they give out a photon whose energy is equal to the difference in energy of the energy levels between which the transition has taken place. Now, if this photon has a frequency lying in the range of that of visible light, then such a substance or such a material will give out light waves. അതായത് ഒരു മെറ്റീരിയലിൽ ഉള്ള ആറ്റംസ് എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അധിക നേരം നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ ഡീഎക്സൈറ്റ് ചെയ്ത് ഒരു സ്റ്റേബിൾ ലോ എനർജി സ്റ്റേറ്റിലേക്ക് എത്തും. പക്ഷേ ഇവർ ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇവർ ഒരു ഫോട്ടോണിനെ പുറത്തുവിടും. ഓരോ ആറ്റവും ഒരു ഫോട്ടോണിനെ അല്ലെങ്കിൽ ഒരു വേവിനെ പുറത്തുവിടും. ആൻഡ് ഈ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഫോട്ടോണിൻ്റെ എനർജി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ടു എനർജി സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ വിച്ച് ദ ട്രാൻസിഷൻ ഹാസ് ടേക്കൻ പ്ലേസ്. ഏത് രണ്ട് എനർജി സ്റ്റേറ്റിൻ്റെ ഇടയിലാണോ ഈ ആറ്റം ട്രാൻസിഷൻ നടത്തിയത്, ആ എനർജിക്ക് തുല്യമായ എനർജിയോട് കൂടിയ ഒരു ഫോട്ടോണെ ആയിരിക്കും ഈ ആറ്റം പുറത്തുവിട്ടിട്ടുണ്ടാവുക. പുറത്ത് വന്ന ആറ്റത്തിൻ്റെ ഫ്രീക്വൻസി വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ചിലാണ് കിടക്കുന്നതെങ്കിൽ ഈ മെറ്റീരിയൽ ലൈറ്റ് പുറത്തുവിടുന്നു. Now the speciality here is that every atom, when it de-excites, it produces a photon. But each of these photon or each of these emitted electromagnetic wave has its own orientation of the electromagnetic field, electric field vector. അതായത് പുറത്ത് വിടുന്ന ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെയും പുറത്ത് വരുന്ന ഫോട്ടോണിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഓറിയൻറ്റേഷൻ വ്യത്യസ്ത ദിശകളിലായിരിക്കും.
ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററിനും ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷനും പെർപെൻഡിക്കുലർ ആവണമെന്ന കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ഏത് ഓറിയൻറ്റേഷൻ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഓരോ ആറ്റവും എക്സൈറ്റ് ചെയ്യുമ്പോൾ പുറത്ത് വിടുന്ന ഓരോ ഫോട്ടോണിനും അതിൻ്റേതായ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു റിസൾട്ടൻ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കമ്മിങ് ഔട്ട് ഫ്രം എ മെറ്റീരിയൽ, ഒരു മുഴുവൻ വസ്തുവിൽ നിന്ന് പുറത്ത് വരുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇറ്റ് വിൽ ബി ദ സൂപ്പർ പൊസിഷൻ ഓഫ് ദ വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽ ആറ്റം. ഓരോ ആറ്റത്തിൽ നിന്നും പുറത്തു വരുന്ന ഫോട്ടോണുകളുടെ സൂപ്പർ പൊസിഷൻ ആയിരിക്കും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് പുറത്ത് വരുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഓരോ പുറത്ത് വിടുന്ന ഫോട്ടോണിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഓറിയൻറ്റേഷൻ വ്യത്യസ്തമായതിനാൽ ഓരോ റിസൾട്ടൻ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലും എല്ലാ ദിശയിലുമുള്ള വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉണ്ടായിരിക്കും. ഓർ ദ റിസൾട്ടൻ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് is the super of the waves produced by the individual atoms will have all the directions of vibrations of electric field. So such a wave having vibrations of electric field in all directions is called an unpolarized wave. That is, unpolarized wave is a light wave having oscillations in all possible directions. Now, what is polarization? The phenomenon of confining the vibrations of the electromagnetic wave or confining the vibrations of the electric field vector of the electromagnetic wave in a specific direction perpendicular to the vibration of the magnetic field and vibration of direction of motion is called polarization. Polarization എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിൻ്റെ വൈബ്രേഷനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ഫിനോമിനൻ ഓഫ് കൺഫൈനിങ് ദ വൈബ്രേഷൻസ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് perpendicular to the direction of wave motion. This phenomenon is called polarization. So, the light in which the electric field vector oscillates only in one direction is called plane polarized or linearly polarized light. ഇങ്ങനെ കൺഫൈൻ ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് വെക്ടറോട് കൂടിയ ഒരു വേവിനെ നമ്മൾ ലീനിയർലി പോളറൈസ്ഡ് അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നു. The plane containing the direction of vibration and wave motion is called the plane of polarization. Now, I give you some of the symbolic representations of unpolarized light and plane polarized light. So, we represent unpolarized light in this manner by means of arrows and dots, whereas plane polarized light with vibrations parallel to the plane of the paper is represented by arrows, and plane polarized light, that is light whose electric field vector is confined to a particular plane perpendicular to the plane of the paper, is represented by dots. Now let us consider some of the points that you have to keep in mind when we go further into the studies on polarization. When unpolarized light is converted into plane polarized light, its intensity reduces. The next point that you must remember is
Polarization is a proof of the transverse nature of light. If a wave can be polarized, that means it is transverse in nature. It is because, in transverse waves, the vibrations are in a plane perpendicular to the direction of wave motion, so it can be polarized. Whereas, if the wave is longitudinal, the vibrations are along the direction of wave motion and it cannot be polarized. That is the point that you have. That is, if a wave is polarized, that means it is a transverse wave. Next, interference of polarized light. അതായത് രണ്ട് ലൈറ്റ് വേവുകൾ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അവരുടെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ ഇൻ്റർഫിയർ ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ്റ് വേവും പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അല്ല, ഈ രണ്ട് പോളറൈസ്ഡ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അവരുടെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ വ്യത്യസ്തമാണെങ്കിൽ ഇൻ്റർഫിയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് വേവ് ഐദർ അൺപോളറൈസ്ഡ് ഓർ പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. That is the third point. The next point is, our eye cannot distinguish between polarized and unpolarized light. അതായത് കാഴ്ചയിലൂടെ നമുക്ക് പോളറൈസ്ഡ് ആൻഡ് അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കില്ല. And the final and the most important point, certain crystals like calcite, quartz, tourmaline, etc. are used to produce plain polarized light. അതായത് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ ചില ക്രിസ്റ്റൽസിൽ കൂടെ കടത്തിവിട്ടാൽ, കാൽസൈറ്റ്, ക്വാർട്സ് തുടങ്ങിയ ക്രിസ്റ്റൽസിലൂടെ കടത്തിവിട്ടാൽ പുറത്ത് വരുന്ന വേവ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദീസ് ക്രിസ്റ്റൽസ് ആർ കോൾഡ് പോളറൈസേഴ്സ്. ഇത്തരം ക്രിസ്റ്റൽസിനെ നമ്മൾ പോളറൈസേഴ്സ് എന്ന് പറയുന്നു. സോ ഹൗ ഡു വി പ്രൊഡ്യൂസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്? എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. When unpolarized light is passed through crystals like calcite and quartz, and these crystals are called polarizers. When unpolarized light is passed through such polarizers, the emergent light will be plane polarized. So I hope this session is clear to all of you. Please contact if you have any doubts. Thank you.